ഹായ് ഫ്രണ്ട്സ്, ചെമ്പകപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീൻകാരൻ വന്നായിരുന്നേ. മീൻ മേടിക്കാനായിട്ട് അങ്കിൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം എങ്ങനെ മേടിക്കുമെന്ന് ഓർത്ത് ഞാൻ ഇരുന്നപ്പോഴേക്കും ഇതേ അങ്കിളും വന്നു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻകാരൻ ചേട്ടൻ്റെ അടുത്ത് പോയി മീൻ വാങ്ങിച്ചു. കേരമീനായിരുന്നേ. 1 കിലോ കേരമീൻ മേടിച്ചപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം 2 കേരയുടെ തല ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേരയുടെ തല ഒരു തരത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. ഇത് ഒരു തരത്തിൽ വെട്ടി കഴുകി ഞുറുക്കിയെടുത്തു. ഇനി നമുക്ക് കറി വെക്കണം. കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് ആദ്യമേ അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഉലുവ വളരെ നല്ലതാണ് കേട്ടോ. മീൻകറിക്കൊക്കെ ചേർക്കുന്നത്. പഴകിയ മീനാണെങ്കിലും ഉലുവ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ മണമൊന്നും ഇല്ലാതെ രുചിയൊന്നും ഇല്ലാതെ നമുക്ക് കറി വെക്കാനായിട്ട് സാധിക്കും. ഉലുവ പിന്നെ ഒരു ഔഷധം കൂടെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ശ്വാസകോശത്തിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന സാധനമാണ് ഉലുവയെ. അപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3-4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടതാണ് ചോട്ടി പിടിക്കുന്നത്. അത് ചോട്ടി പിടിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കുടംപുളി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിക്കാം. കുടംപുളി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം, മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1.5 സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇഞ്ചി മുളകൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അങ്ങനെ ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം തീയിൽ നിന്നൊന്ന് തിളയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ തീയായിരിക്കട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഇത്രയും വെള്ളം പോരല്ലോ, നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ, തിളച്ച വെള്ളം. ഇനി പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരുവേ. അതുകൊണ്ട് നമുക്ക് ഇനി തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് തലയുടെ കഷ്ണങ്ങൾ ഇടാനായിട്ട്. മീൻതല കറി വെച്ച് നല്ല സ്വാദാണേ. കപ്പയ്ക്കും കൂട്ടാൻ നല്ല സ്വാദാണ് തലക്കറിയും കപ്പയും. പിന്നെ വേറെ എന്തിനാണേലും കൂട്ടാൻ നല്ലതാണ്. ചപ്പാത്തിക്കും എല്ലാത്തിനും കൂട്ടാൻ നല്ലതാണ് തല കറി വെച്ചാലേ. നല്ല സ്വാദാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം. ഉപ്പ് കല്ലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഉപ്പ് നീരൊഴിക്കുന്നില്ല, കല്ലുപ്പ് ഇട്ടു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുകൊണ്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. അരപ്പെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ഞുറുക്കി വെച്ചിരിക്കുന്ന തലയുടെ കഷ്ണങ്ങൾ നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നതിലും രുചിയായി തലക്കറിക്ക്. എല്ലാവരും ഒന്നും അങ്ങനെ കൂട്ടുകയല്ല കേട്ടോ. പക്ഷെ കടകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ തലക്കറി വെച്ച് കൊടുക്കുന്നത്. ചില ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് തലക്കറി എന്ന് പറയുന്നത്, കപ്പയ്ക്കൊക്കെ കൂട്ടാനായിട്ട്. നല്ല സ്വാദാണ് ഈ തലക്കറിക്ക്. ചാറിനൊക്കെ നല്ല രുചിയാണ്. സാധാരണ മീൻകറിയുടെ രുചിയല്ല കേട്ടോ, വേറെ ഒരു നല്ലൊരു സ്വാദാണേ.
ഇത് നല്ല തലയായിരുന്നു, നല്ല ചൂരമീൻ്റെ നല്ല ഫ്രഷായ തലയായിരുന്നു കേട്ടോ, ഒരു കേടുമില്ലായിരുന്നു. തലയിൽ 9 ദശയൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് വെട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. പ്രത്യേക ഒരു രുചിയുണ്ട് ഈ തലക്കറിക്ക്. കപ്പയ്ക്ക് കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. കപ്പയ്ക്കും ചോറിനും എല്ലാം കൂട്ടാം, വളരെ സ്വാദാണ്. നമുക്കിതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം. ഇത് കുറേ നേരം ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് പറ്റണം. ഗ്യാസിലിരുന്നാൽ ശരിക്കും വേഗമല്ല, പറ്റുകയില്ലേ. അത് കാരണം ഞാനിത് അടുപ്പിലേക്ക് മാറ്റി ഒരു മണിക്കൂറോളം ഇരുന്ന് നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോടെ അങ്ങ് ഇട്ട് കൊടുത്തേ. അതും കൂടി ഇരുന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വെന്ത് പറ്റട്ടെ. തീയിലിരുന്ന് നന്നായിട്ട് വെന്തെങ്കിലേ ഒരു രുചി വരുള്ളൂ, നന്നായിട്ട് വേകുകയും ചെയ്യുള്ളേ. ഗ്യാസിലാണെങ്കിൽ എല്ലായിടത്തോടും തീ ചെല്ലുകയില്ല, നന്നായിട്ട് വേകുകയില്ല. അതുകൊണ്ട് ഞാൻ അടുപ്പ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തു കേട്ടോ. നമ്മുടെ തലക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. കറിവേപ്പിലയുടെയും ഉലുവായുടെയും ഇഞ്ചിയുടെയും എല്ലാം നല്ല മണം, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അന്തരീക്ഷമാകെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ സ്മെല്ല് കേട്ടാൽ മതി നമുക്ക് കൊതി വരും. അങ്ങനെ നമ്മുടെ സൂപ്പർ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കപ്പ വേവിച്ചതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ ശാപ്പാട് കഴിക്കാം. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.